ഈ ഒരു പുള്ളി ഇന്നലെ ആഗസ്റ്റ് 1-ാം തീയതി എന്ന് പറഞ്ഞത് ന്യൂസിൽ വന്നത് ആഗസ്റ്റ് 1-ാം തീയതി ഇവനെ പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ മുമ്പിലോട്ട് ഇതെല്ലാം എടുത്തു കഴിഞ്ഞെങ്കിൽ ജയിലിൽ പോകും, ജയിലിൽ നിന്ന് പുറത്ത് വരികയല്ല, അവിടെ ഞങ്ങൾ തന്നെ ഉള്ളൂ, നിന്നെ എന്തും ചെയ്യും, ഇങ്ങനെ വരുത്. നമ്മൾ പേടിക്കുന്നത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ഒരു ഓഫീസർ മഞ്ജുനാഥ ഗൌഡ എന്ന ഒരു പോലീസ് ഓഫീസർ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ കൊണ്ട് ഇത് മറ്റുള്ള ആളുകൾ പറയിപ്പിച്ചതാണ് എന്ന് പറയണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ, ആ ഒരു വീഡിയോയും കയ്യിൽ വെച്ച് ആള് കാലിന് വേദനയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അടിപൊളി. ആ ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെ നിൽക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർ അയാളെ ഭീഷണിപ്പെടുത്തുകയാണ് 1-ാം ഘട്ടം ചെയ്തിട്ടുള്ളത്. ഇനി നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു ദിവസം 1-2 സ്ത്രീകളെയൊക്കെ മറവ് ചെയ്ത് ആ ഒരു ഭയത്തോടു കൂടി കിടന്നുറങ്ങിയ ഒരു മനുഷ്യന്റെ മനസ്സൊക്കെ മരവിച്ചിട്ട് കാലം കുറെ ആയി പോലീസ് ഓഫീസറെ. അതുകൊണ്ടാണ് അയാള് പുറം ലോകത്തേക്ക് ഇത് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഭീഷണിയൊക്കെ അയാൾക്ക് വെറും പൂട മാത്രമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത്രമാത്രം ആളുകളെയാണ് അയാൾ ബെറി ചെയ്തിട്ടുള്ളത്, കുഴിച്ച് മൂടിയിട്ടുള്ളത്. ഭയമൊക്കെ പോയിട്ടുണ്ടാകും. ജീവൻ പോയാലും വേണ്ടില്ല, മരണപ്പെട്ടു പോയ കൊല്ല ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടികളുടെ അസ്ഥികളെങ്കിലും അവരുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകാൻ കഴിയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആള് രംഗത്ത് വന്നിട്ടുള്ളത്. സ്വന്തം ഫാമിലിയിലേക്കും കടന്നു കയറിയപ്പോഴാണ് ആള് പ്രതികരിച്ചത്. ഇനി ഭയപ്പെടാനില്ല, ഇനി ചത്താലും കുഴപ്പമില്ല. ഇതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് എന്നെ പോലെയുള്ള ആളുകളും വീഡിയോ ചെയ്യുന്നത്. ഏത് നിമിഷവും എന്തു സംഭവിച്ചാൽ ഒരു പൂടയുമില്ല. നാളെ 4 ആൾ പറയും ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത്. മനാഫിക്കയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഭീഷണിക്കോളുകളാണ്. ഇവിടെ ഈ ഒരു വിഷയമൊന്നും രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ പിടിക്കുന്ന കൊടിയോട് ഒരു തുള്ളി കൂറെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ സമ്മേളനങ്ങളിലോ നിങ്ങളുടെ കമ്മിറ്റികളിലോ ഇതൊന്ന് പറയണേ. ചങ്കൂറ്റം നട്ടറ്റും പണയം വെക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് സംഭവിച്ചില്ല എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ 2000-ൽ പരം പെൺകുട്ടികളെ ഈ കേരളത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അതിൽ 400-ൽ പരം യുവതികളായിട്ടുള്ള കുട്ടികളുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ എവിടെ പോയി ഇന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. എവിടെയാണ് ഇവര് എന്ന് നമുക്കറിയില്ലല്ലോ. സ്പോട്ടിൽ വെച്ചിട്ടാണോ അതോ ഇവരുടെ ക്യാമ്പിൽ വെച്ചിട്ടാണോ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്? അവൻ്റെ ക്യാമ്പിൽ വെച്ചെന്ന് വക്കീലിന് റൂമിനോട് വന്ന് റൂമിൽ വിട്ടില്ല. 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവനെ പേടിപ്പിച്ച് അവിടെ വെച്ചാൽ വീഡിയോ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവൻ പോയേക്കുന്നത് അതെന്തിനു വേണം? നമ്മൾ ചോദിക്കുന്നത് നേരെ ഇത് ചെയ്യണം. ഒരു മീഡിയക്കാരും വിടുന്നില്ല. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരെ മീഡിയക്കാർ വേണം. അവിടെ മീഡിയക്കാർ നേരെ അത്ര ദൂരം നിർത്തിയേ പറ്റുള്ളൂ. നേരെ പാരദർശകമായിട്ടിരിക്കണം. ഇത് പാത്തുമറച്ചും ചെയ്യുന്ന പരിപാടിയല്ല. അവിടെ നമ്മൾ വക്കീലും കാണണം. ഇവൻ്റെ കൂടെ ഇവനെ പേടിപ്പിക്കുന്നു. എന്തിനു പേടിപ്പിക്കുന്നു? ആര് ടാർഗറ്റ്? ഞങ്ങളിപ്പോൾ 13 വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്ത് തെറ്റാന്നോ ചോദിക്കാൻ പാടില്ലയോ? ഇതിനു വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾക്കൊക്കെ കേസുകൾ, അതേപോലെ തന്നെ അവിടെയുള്ള ലോക്കൽ ചാനലുകൾ വഴി ഇവരൊക്കെ അപകീർത്തിപ്പെടുത്തുക, ഇവരെല്ലാം ഈ ദൈവത്തിനെതിരാണ് എന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരവിടെ ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ ചാനലിലൂടെ ഈ വീഡിയോസ് പുറത്തു വിടുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘികൾ റിപ്പോർട്ട് അടിക്കുന്നു എന്നുള്ളതാണ്. അവരത് അഭിമാനത്തോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാൻ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ കമന്റ് ഇടുന്നത് കാണുമ്പോൾ സത്യം പറയട്ടെ, എനിക്ക് വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്രമാത്രം ആളുകളെ കൊന്നൊടുക്കിയ ഒരു കഥ പറയുമ്പോൾ, ഒരു കഥയല്ല ഒരു കാര്യം പറയുമ്പോൾ അത് തോണ്ടിയെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് അവരുടെ രാഷ്ട്രീയ സംഘടന മാത്രമാണ് വലുത്. എന്തിനാണ് സംഘികളെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളതാണ്. എന്നെപ്പോലെയും നിന്നെപ്പോലെയും കമന്റ് ഇടുന്ന നിന്നെപ്പോലെയും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കൂട്ടം ആളുകളുടെ അനുവാദം പോലും കൂടാതെ അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയവരെ സപ്പോർട്ട് ചെയ്യാൻ നാണമില്ല നാറികളെ എന്നേ ചോദിക്കാനുള്ളൂ. സാക്ഷിയെ കൊണ്ട് താൻ ഇത് സമ്മർദ്ദം മൂലം നൽകിയ ഒരു പരാതിയാണ്, ഈ പരാതി വ്യാജമാണ് എന്നുള്ള തരത്തിൽ ഒരു പറയിപ്പിക്കുകയും അത് റെക്കോർഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന. ഓക്കെ, SIT ടീമിൽ നിന്ന് ഉടനെ അയാളെ പുറത്താക്കുക. അതേപോലെ തന്നെ ഈ മഞ്ജുനാഥ ഗൌഡ എന്ന് പറയുന്ന വ്യക്തി അന്വേഷിച്ച കേസുകളൊക്കെ ഒന്ന് പുനഃപരിശോധിക്കണവും നല്ലതാണ്. ഇയാളുടെ അടുത്തേക്കൊക്കെ മിസ്സിംഗ് കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം കൂടി അറിയണ്ടേ? അത് അറിയുക തന്നെ വേണം. തലശ്ശേരിയിൽ നിന്നും ഒരു പയ്യൻ ജോലി ആവശ്യത്തിന് കർണാടകയിലേക്ക് പോയപ്പോ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി, മലയാളി പെൺകുട്ടിയാണ്, ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. ഇത് കണ്ട ഒരു കൂട്ടം ഡി കമ്പനി ആകാം ഈ പയ്യനെ മർദ്ദിക്കുന്നു. ആ ഒരു പെൺകുട്ടി അവിടെ നിർബന്ധിതമായിട്ട് മാറ്റി.
പിന്നെ ആ ഒരു പെൺകുട്ടിയെ ആരും കണ്ടിട്ടില്ല. ആ ഒരു പയ്യന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കേൾക്കാം. അവിടെ വെച്ച് മലയാളി കുട്ടിയെ കണ്ട് അപ്പൊ നമ്മൾ സംസാരിച്ചു. അപ്പോഴേ അവിടെ നിന്ന് ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ബസ്സിലോട്ട് കയറി വന്ന് ഫുള്ള് നോക്കി. കറക്റ്റ് എന്നെയും അവളെ തന്നെ നോട്ട് ചെയ്തു. ബസ് കയറിയതിനു ശേഷം നിങ്ങളെ പറ്റിയെ നോട്ട് ചെയ്ത് നിങ്ങളുടെ ഫോൺ വാങ്ങി വെക്കുന്നു അല്ലേ? നമ്മൾ രണ്ടുപേരെ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങളുടെ ഫോൺ വാങ്ങി നോക്കി. അതേപോലെ അവളുടെ ഫോൺ, അവളെ ഫോണിൽ എന്റെ നമ്പർ അടിച്ചു നോക്കി. ശരി. പ്രതിക്കാൻ തുടങ്ങി. ഇവര് വന്നിട്ട് ഫോണും ബാഗ് ഇവര് കയ്യിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ചേട്ടനെന്ന് വിളിക്കാൻ അവിടെ വർക്കിന്റെ ആവശ്യമായിട്ട് വന്നതാണ്, നിങ്ങൾ എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചു. എന്റെ ഉടുപ്പൊക്കെ കീറിയായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇവർ എന്നെ കൊല്ലുന്നതായപ്പോ ഞാൻ ഓടി രക്ഷപ്പെടുക ചെയ്തത്. രാവിലെ ആയപ്പോഴത്തേക്ക് നേരം വെട്ട സമയമായപ്പോ നിങ്ങളെ കൊല്ലുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത്? കയ്യില് കമ്പി കത്തി കൊണ്ടായിരുന്നു. പിന്നെ ദയവ് ചെയ്ത് കർണാടക പോലെയുള്ള അല്ലെങ്കിൽ കേരളം വിട്ട് എവിടെ പോകുമ്പോഴും സുരക്ഷ കയ്യിൽ വെക്കണം. എന്തെങ്കിലും കയ്യിലില്ലെങ്കിൽ വലിയ പണിയാണെന്നുള്ളതാണ്. ഇവർക്ക് കേരളത്തിലുള്ള ആളുകളുടെ ഒരു പ്രത്യേക വാത്സല്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതിഥി ദേവോഭവ എന്ന് പറഞ്ഞുകൊണ്ട് ആര് വന്നാലും നമ്മളൊരു പ്രശ്നവും ഉണ്ടാക്കാറില്ല. അവരിവിടെ വന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് ഇന്ത്യയാണ്, ഇന്ത്യയിൽ ഒരൊറ്റ നിയമമാണ്, ഒരു ഭരണഘടനയാണ്, എല്ലാം നമുക്കറിയാം. പക്ഷെ മലയാളികളെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിലാണ് ഇവിടെ തീർത്തത് എന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെൺകുട്ടി ആരാണ് എന്താണെന്ന് ഇവൻ അറിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് പരാതിപ്പെടണം. അതിനുവേണ്ടി ആ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥലം അത് അന്വേഷിച്ച് അദ്ദേഹം പോവുകയാണ്. കുട്ടിയുടെ മൊഴി കൂടെ വേണമല്ലോ. അപ്പൊ ഈ കുട്ടി അവിടെ എവിടെ വർക്ക് ചെയ്യുന്ന എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ കുട്ടീനെ കാണാൻ വേണ്ടി ഞാനും ചേട്ടനും കൂടെ അവിടെ പോയി. അപ്പൊ അവിടെ പോയപ്പോ ആ കുട്ടി അവിടെ ഇല്ല. എവിടെ പോയി? അറിയാം, മാനേജറിനെ കണ്ടങ്ങനെ ഒരു കുപ്പിയൊക്കെ വെച്ച് അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അടിച്ചൂലേ? പരിക്കുകളുണ്ടായിരുന്നു? പരിക്കുകളുണ്ടായിരുന്നു. ആ വീഡിയോ ഇവിടെ ന്യൂസുകാർ കൊടുത്തായിരുന്നു. അവിടെ മാനേജർ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ എത്തിയിട്ടില്ല എന്നാ പറയുന്നത്. നിർബന്ധിതമായിട്ട് ആ ഒരു പെൺകുട്ടി ആ ബസ്സിൽ നിന്ന് ഇറക്കി മറ്റൊരു വാഹനത്തിലേക്ക് കൊണ്ടുപോയി ഈ ഒരു പയ്യനെ തല്ലി ഓടിച്ചു. വേറെ ബസ്സിലാണോ കയറ്റി വിട്ടത് അല്ലെങ്കിൽ അവര് അവരുടെ കാറിൽ കൊണ്ടുപോയോ എന്നൊന്നും പറയാൻ കഴിയില്ല. ആ പെൺകുട്ടിയെ പിന്നെ കണ്ടിട്ടില്ല. ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു പെൺകുട്ടി എത്തിയിട്ടുമില്ല. സ്പ്രെഡ് ചെയ്തിട്ട് അതായത് ഒരാളെ മർദ്ദിച്ചു, ഒരാളെ പുറത്തിറക്കി, ഫോൺ അടക്കം പിടിച്ചു വെച്ചു. ഫോൺ അടക്കം പിടിച്ചു വെച്ചതിന് നോക്കേണ്ട വിഷയം എന്താ വെച്ചാൽ തെളിവുകൾ നശിപ്പിക്കുക ഒന്ന്, രണ്ടാമത് ഇവൻ ആരെയും കോൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിൽ നിലവിൽ ഞാൻ ഏറെ ഭയപ്പെടുന്നത് ആ പെൺകുട്ടി എവിടെ പോയി എന്നുള്ളതാണ്. പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്താണ്. അവരുടെ കൂടെ ഒരാള് പരിചയക്കാരനുണ്ട്. അവർ ശരിക്കും ഇവർ പരിചയക്കാരാണോ എന്ന് ചെക്ക് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ആ പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിക്കേണ്ടി വരും. ആ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല. കാര്യം നിങ്ങളുടെ കൂടെ ഉള്ള കുട്ടി, നിങ്ങളെ ചോദ്യം ചെയ്ത് അതേ സമയത്ത് ചോദ്യം ചെയ്ത ആ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ മണ്ണിനടി കിടക്കുകയായിരിക്കും. ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്നുണ്ട്, മലയാളികളായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും മലയാളികളായ ആളുകൾ ഇതിൽ ഇടപെടൽ നടത്തേണ്ടപ്പോ നടത്തില്ല. ഇതാണ് കേരളത്തിൽ നിന്നും കാണാതെ പോയ ആളുകളുടെ കണക്ക്. ഒന്ന് കേൾക്കാം. കണ്ടെത്താൻ കഴിയാതെ പോയത് 2822 സ്ത്രീകളെയാണ് ഇതുവരെയും കണ്ടെത്താനാവാത്തത്. ഇവർ മിസ്സിംഗ് കേസുകളാണ്. ഇതിൽ 2449 പേർ സ്ത്രീകൾ, സാധാരണ പ്രായപൂർത്തിയായ സ്ത്രീകളും 373 പേർ പെൺകുട്ടികളുമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, കാരണം ഇതിൽ ധർമ്മസ്ഥലയിലേക്ക് പോയവരുണ്ടാകാം. ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതും ആവാനും സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലും കർണാടകയിലൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ അയക്കുന്നുണ്ട്. നമ്മൾ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് അത് അയക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിയുമില്ല. അവിടെ പോയി പഠിച്ചു വരുന്ന പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ രൂപത്തിലാണെങ്കിലും മാറ്റങ്ങൾ പലതാണ് എന്നുള്ളതാണ്. പല പെൺകുട്ടികളും പല ആൺകുട്ടികളും ഒരുപാട് ലഹരിക്ക് അടിമയാവുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ന്യൂസ് ചാനലിൽ ഇഷ്ടം പോലെ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല. ഈ കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കഴുത്തറപ്പൻ ഫീസും കാര്യങ്ങളും വാങ്ങുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ പുറത്തേക്ക് അയക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഇതിൽ ഇടപെടൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ഒരുപാട് പെൺകുട്ടികളെ കാണാതാവുന്നത് പഠിക്കാൻ പോയതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായത് എല്ലാവർക്കും അറിയാം. അവരുടെ അമ്മ ഇപ്പൊ നിയമ പോരാട്ടവുമായി വന്നു. അവസാനം പേടിച്ചുകൊണ്ട് ആ ഒരു കേസിൽ നിന്ന് പിന്മാറുന്നു. എന്റെ മകളുടെ അസ്ഥിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മെഡിസിൻ പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടി കൂട്ടുകാരികളും ഒത്ത് ഈ അമ്പലത്തിലേക്ക് വന്നതാ. അമ്പലത്തിന്റെ പേര് പറയാൻ പറ്റില്ല, വലിയ പ്രശ്നമാണ്. പല ആളുകളും പറയുന്നുണ്ട് ഹൈക്കോടതി നിയമം മാറ്റി നിങ്ങൾക്ക് പറയാന്നുള്ളത്. അതല്ല, നിലവിലുള്ള കേസുകൾ അത് എന്റെ കേസൊക്കെ അവിടെ കിടക്കുകയാണ്, അത് വേറെ കേസാണെന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ അനന്യ ഭട്ട് അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ നിന്ന് കാണാതാവുന്നു. അപ്പൊ അവിടേക്ക് വരുന്ന പെൺകുട്ടികളെ സെലക്റ്റീവ് ആയിട്ടാണ് കടത്തിക്കൊണ്ട് പോകുന്നതും പിന്നീട് ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതും എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മനുഷ്യന് ഒരു നുണ വന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ ദിവസവും 2-3 കുട്ടികളെ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഒരാൾക്ക് നുണ പറയാൻ പറ്റുക?
പറ്റില്ല. ഏകദേശം 92 മുതൽ 2014-16 വരെ അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനിയും എക്സ്കവേഷൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. പല ആളുകളും പല മാധ്യമങ്ങളും ആഘോഷിക്കുന്നു അവിടെ നിന്നൊന്നും കിട്ടിയില്ല എന്നുള്ളത്. SIT പുറത്തു വിടാത്ത വിവരങ്ങളാണ്. നമുക്കറിയില്ല അവിടെ നിന്ന് കിട്ടിയോ കിട്ടില്ലയോ എന്നുള്ളത്. എങ്ങനെയാണ് 6-ാം പോയിന്റിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയുന്നത്? അത് ക്യാമറയിൽ ഒപ്പിയത് കൊണ്ട് മാത്രമാണ് പുറലോകത്ത് അറിയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ. 26 ശരീര അവശിഷ്ടങ്ങൾ കിട്ടി. മലയാള മാധ്യമങ്ങൾ കാണിക്കുന്നത് 15 എണ്ണമാണ്. 26 പീസുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതാ 9ാമത്തെ ഭാഗം എക്സ്കവേഷൻ നടക്കുകയാണ്. 8 നിർണായകമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ 8-ൽ നിന്നൊന്നും കിട്ടിയില്ല എന്നാണ് ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞത്. അവിടെ നിന്ന് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഭൂപ്രദേശത്തിന്റെ മാറ്റം തന്നെ. പക്ഷെ ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ വളരെ നിർണായകമാണ്. ഇപ്പൊ കിട്ടിയ അവശിഷ്ടങ്ങളുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസാരമായിട്ടാണ് ആളുകൾ കാണുന്നത്. അവരൊക്കെ മനുഷ്യന്മാരായിരുന്നു എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് വേണം നമ്മളെല്ലാവരും ചിന്തിക്കാനും പ്രവർത്തിക്കാനും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് 9ാമത്തെ ഭാഗം ആ ഒരു പോയിന്റ് ചെയ്ത ഭാഗമാണ് മാന്തിയെടുക്കാൻ പോകുന്നത്. അവിടെ നിന്ന് കിട്ടുമോ കിട്ടില്ലയോ എന്ന് എനിക്കറിയില്ല. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.